മക്കളെ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, കിടപ്പുമുറിക്കകത്തിരുന്നും, ഡൈനിങ് ടേബിളിന്റെ ചുറ്റും, വാഹനത്തിലിരുന്നും, പ്രാർത്ഥനാ മുറിയിലിരുന്നും ഒക്കെ വചനം കേൾക്കുന്ന അനേക മക്കളെ ഞാൻ കാണുന്നുണ്ട്. വേദന കൊണ്ട് പുളയുന്നവരുണ്ട്, ഒരു ഇറ്റ സന്തോഷത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. എന്നിതാ ദൈവമായ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വചനം നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. പ്രഭാഷകൻ 38:20. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്, ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക. എങ്ങനെയാണ് നമ്മുടെ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാൻ സാധിക്കുക? ദുഃഖങ്ങൾ അതൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ദുഃഖങ്ങൾ അതൊരു അഭിഷേകമാണ്. വചനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ഇരുന്ന്, വചനത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖങ്ങളെ എടുത്തു കളയുക. ദൈവം നമ്മിൽ ധാരാളം കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം നമ്മിൽ ധാരാളം അഭിഷേകങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ വചനമാകുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ടാകണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആത്മഹത്യ വരെ ചിന്തിച്ചവര് ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരു കട്ടിൽ ഇരുന്നു കൊണ്ട് ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതിയവൻ ഈ വചനം കേൾക്കുന്നുണ്ട്. ആ വചനം ഇതാ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരട്ടെ. ഇതാ നിന്റെ മുമ്പിലേക്ക് ഒരു സാക്ഷിയുമായി കടന്നു വരുന്നു. എൻ്റെ പേര് സൈമൺ. എൻ്റെ വീട് ഗുരുവായൂരടുത്ത് കാവീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ 8 വയസ്സ് മുതലേ കാഴ്ചയില്ലാത്ത ആളാണ്. എനിക്ക് 8 വയസ്സിൽ പനി പിടിച്ചു. അതിനെ തുടർന്ന് എൻ്റെ തലച്ചോറിൽ നീർക്കെട്ട് വന്നു. ആ നീർക്കെട്ട് നട്ടില് വഴി കൊത്തിയെടുത്തതിന് ശേഷം കണ്ണിലേക്ക് കാറ്റിട്ടാണ് ഞെരുപ്പ് തളർന്നു. അതിനുശേഷം ഞാൻ വീൽചെയറിലാണ് അരയ്ക്ക് നീപ്പിട്ട് തളർന്നിട്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഫെബ്രുവരി മാസം മുതൽ തലയിൽ ബ്ലഡ് കോട്ടായിട്ട് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും പ്രയർ ലൈനിൻ്റെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം ആശ്വാസമാണ്. അവൾക്ക് സമാധാനമുണ്ട്. അതിന് ഞങ്ങൾ കോടാനുകൂടി നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തളർന്നും തകർന്നും സഹിച്ചും കഴിയുന്ന മക്കളോട് ഇന്നത്തെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈശോയാണ് പറയുന്നത്. ഒരു സ്നേഹിതൻ വന്ന്, ഒരു പ്രവാചകൻ വന്ന്, ഒരു രക്ഷകൻ വന്ന് നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനനാകരുത്, ജീവിത അന്ത്യത്തെ ഓർത്ത് അതിനെ അകറ്റിക്കളയുക. അകറ്റേണ്ടതിനെ അകറ്റിക്കളഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ രാത്രികാലങ്ങളിലും ഓരോ പ്രഭാതങ്ങളിലും വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.